ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഹോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയായ ദി ഹൗസ് മെയ്ഡ് ആണ്. സിനിമയുടെ മെയിൻ ക്യാരക്ടർ മില്ലി എന്ന ഹൗസ് മെയ്ഡ് ആണ്. അവൾ ഒരു റിച്ച് ഫാമിലിയിൽ ഹൗസ് മെയ്ഡ് ആയിട്ട് ജോലിക്ക് പോകുന്നു. പുറമെ കാമൻ കൂളായിട്ട് നിൽക്കുന്ന ആ വീട്ടിലേക്ക് മില്ലിയെ കാത്തിരുന്നത് കേട്ടാൽ കണ്ണ് തള്ളിപ്പോകുന്ന കുറെ സംഭവങ്ങളായിരുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കഥാനായികയെ മില്ലിയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോൾ വീട്ടു ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഏഡ് കണ്ടിട്ട് അതിനു വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് വിഞ്ചസ്റ്റർ എന്ന് പറയുന്ന വെൽത്തി ഫാമിലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ റൂംമേറ്റായ ഒരു പെൺകുട്ടിയെ ഒരു ചെറുക്കൻ റേപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ആ ചെറുക്കനെ മില്ലി കൊന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ശിക്ഷ എന്നോണം അവൾ 10 വർഷം ജയിലിലായിരുന്നു. ആ ചെറുക്കന്റെ ഫാമിലി റിച്ച് ആയതുകൊണ്ട് തന്നെ ആ കേസ് ഒതുക്കി തീർക്കുകയും പകരം മില്ലിയെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. ഇപ്പോൾ അവൾ പരോളിലാണ്. ഈ ഒരു കാരണത്താൽ അവളുടെ പേരൻസ് അവളെ ഒഴിവാക്കി. അതോടെ സ്വന്തമായി വീട് പോലും ഇല്ലാതായ അവൾ അവളുടെ കാറിലാണ് ഉറങ്ങുന്നതും താമസിക്കുന്നതുമൊക്കെ. കുളിക്കാനും ബാക്കി പല ആവശ്യങ്ങൾക്കും അവൾ ഗ്യാസ് സ്റ്റേഷനിലാണ് പോകാറ്. ഇതൊക്കെയാണ് അവളുടെ ജീവിതം. ഇവിടെ പുള്ളിക്കാരി ആളുടെ റെസ്യൂമിൽ അവൾ എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെയുള്ള കള്ളമാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് കണ്ട് ആരും അവളെ ജോലിക്ക് എടുക്കില്ലല്ലോ. അതുകൊണ്ട് ശേഷം അവൾ ആ വീട്ടിലെത്തും. അവിടെ എത്തി അവളെ അവിടുത്തെ നീന എന്ന് പറഞ്ഞ ലേഡി വെൽക്കം ചെയ്യും. നീന മില്ലിയോട് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള നീ എന്തിനാണ് ഇതുപോലുള്ള ജോലിക്ക് വരുന്നതെന്ന് ചോദിക്കും. ആക്ച്വലി എനിക്ക് ഹൗസ് മെയ്ഡ് ആയിട്ട് ജോലി ചെയ്യാൻ വളരെ ഇഷ്ടം, പ്രത്യേകിച്ച് നല്ല ഫാമിലിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട എന്നായിരിക്കും മില്ലിയുടെ മറുപടി. ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. ക്ലീനിങ്, കുക്കിംഗ്, അതുകൂടാതെ എന്റെ മകൾ സിസിയുടെ കാര്യങ്ങൾ നോക്കൽ, ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലി. അവളുടെ പേര് സിസിലി എന്ന, ഞങ്ങൾ സിസി എന്നാണ് വിളിക്കാറ്. അതിനുശേഷം മില്ലിക്ക് നീന ആ വീടൊക്കെ മുഴുവനും ചുറ്റി കാണിച്ചു കൊടുക്കും. വീട് മുഴുവനും കണ്ട മില്ലി നീനയോട്, അല്ല നിങ്ങളുടെ വീട് ശരിക്കും നല്ല ക്ലീൻ ആണല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് ഒരു ഹൗസ് കീപ്പറിന്റെ ആവശ്യം എന്ന് ചോദിക്കും. അന്നേരം നീന, ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കിനി വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എന്റെ ഹസ്ബൻഡ് ആൻഡ്രൂനോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടാണുള്ളത്. ഇപ്പോഴും ഞാൻ ഓരോരുത്തരെ ആയിട്ട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കലാണ്. ആരെയാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ മില്ലി ആ വീട്ടിൽ നിന്നിറങ്ങും. മില്ലിയുടെ ഉള്ളിൽ എന്തായാലും തന്റെ ചരിത്രം അറിഞ്ഞാൽ ആരും തന്നെ ജോലിക്ക് വിളിക്കാൻ പോകുന്നില്ല എന്നായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നീനെ അവളെ വിളിക്കില്ല എന്ന മൈൻഡിലായിരിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം അവൾ ഉറങ്ങുന്ന സമയത്ത് മില്ലിയെ ഹൗസ് മെയ്ഡ് ആയിട്ട് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് നീനയുടെ കോൾ വരും. മില്ലി ഞെട്ടും. അപ്പൊ നീന തന്റെ ഹിസ്റ്ററി ഒന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാകും. നീന മില്ലിയോട്, നീ അവൈലബിൾ ആണെങ്കിൽ മാത്രം വന്നാ മതി, അല്ല നിനക്ക് ഇപ്പം തന്നെ ഒരുപാട് ജോബ് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കില്ലേ എന്ന് ചോദിക്കും. കാരണം ആ രീതിയിലാണല്ലോ മില്ലി അവളുടെ റെസ്യൂമിൽ പറഞ്ഞിട്ടുള്ളത്. സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്കും അവൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ മില്ലി, ഞാൻ അവൈലബിൾ ആണ്, ഇന്ന് തന്നെ വന്ന് ജോലി തുടങ്ങട്ടെ എന്ന് ചോദിക്കും. അന്നേരം നീനക്കും സന്തോഷമാകും. അവൾ വരാൻ വേണ്ടി പറയും. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ജോലി കിട്ടിയ എക്സൈറ്റ്മെന്റിലായിരിക്കും മില്ലി. അവൾ അങ്ങനെ നീനയുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ അവിടെ എത്തിയ മില്ലി ഇന്നലെ കണ്ട വൃത്തിയും വെടിപ്പുമുള്ള വീടിന് പകരം തുണിയെല്ലാം വലിച്ചു വാരിയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ആകെ മുഴുവനും അലങ്കോലമായ വീടാണ് കണ്ടത്. അത് കണ്ട മില്ലി ഇതെന്ത് ഇങ്ങനെയെന്ന് വിചാരിക്കും. ആ സമയം നീന അവിടെ ഓടി വന്നിട്ട്, ഓ നീ വന്നോ, നീ നിന്റെ റൂമിലേക്ക് പോയിക്കോളൂ, എനിക്കിന്ന് സിസിയുടെ PTA മീറ്റിംഗിന് വേണ്ടിയിട്ട് കുറച്ച് സ്പീച്ച് തയ്യാറാക്കാനുണ്ട്, സോ കുറച്ച് സമയം ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് അന്ന് രാത്രി മില്ലി വീട് ക്ലീൻ ആക്കുന്ന സമയത്ത് നീനയുടെ ഹസ്ബൻഡായ ആൻഡ്രൂവും മകൾ സിസിയും അവിടേക്ക് വരുന്നതാണ്. ആൻഡ്രൂ ഡാറ്റ പ്രോസസിംഗ് കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. മില്ലിയെ പെട്ടെന്ന് കണ്ട ആൻഡ്രൂവിന് ഇതാരാണെന്ന് മനസ്സിലാകില്ല. ആ സമയം നീന അവിടെ വന്നിട്ട് ആൻഡ്രൂനോട്, ഇവളാണ് മില്ലി, ഇവിടത്തെ മെയ്ഡായിട്ട് വന്നതാണ്, ഞാൻ അന്നേ നിന്നോട് ഒരു മെയ്ഡിനെ വെക്കണമെന്ന് വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം മില്ലി അവളുടെ റൂമിലേക്ക് പോകും. അന്നേരമായിരിക്കും ആ റൂമിലെ ഡോർ നോബ് വർക്ക് ആവുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാവുക. ഇതെന്താ ഇങ്ങനെയെന്ന് അവൾ ആലോചിക്കും. ശേഷം അവൾ അവിടെയുള്ള വിൻഡോ ഓപ്പൺ ചെയ്യാൻ നോക്കും. അപ്പോഴേക്ക് നീന മില്ലിക്കുള്ള ഫുഡായിട്ട് അങ്ങോട്ടേക്ക് വരും. മില്ലിയെ കണ്ട നീന, ആ വിൻഡോ ഓപ്പൺ ആകില്ല, പേടിക്കണ്ട, ഈ റൂമിൽ നല്ല എയർ ഫ്ലോ ഉണ്ട്, സോ ചൂടൊന്നും എടുക്കില്ല, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയും. അന്നേരം മില്ലി, ആ ഡോറിന് ഒരു താക്കോൽ വേണമായിരുന്നു ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് പറയും. അപ്പോൾ നീന, അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൾക്കൊരു ന്യൂ ഫോൺ കൊടുത്തിട്ട്, നിന്റെ കയ്യിലുള്ള ആ പഴയ ഫോൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, സോ നീ ഇത് ഉപയോഗിച്ചോ, ഞാനിതിൽ എന്റെ ക്രെഡിറ്റ് കാർഡ് ഏഡാക്കിയിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന് കൂടി പറഞ്ഞ് നീന അവിടുന്ന് പോകും. നീനയുടെ പെരുമാറ്റം കണ്ട മില്ലിക്ക് വളരെ സന്തോഷമാകും. കാരണം അവൾക്ക് കിട്ടിയ ഒരു ലോട്ടറി തന്നെയാണ് ഈ വീട്. പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന് മില്ലി താഴേക്ക് പോകാൻ നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആകില്ല. എത്ര തുറക്കാൻ നോക്കിയിട്ടും ഡോർ തുറക്കില്ല. മില്ലിക്കാണെങ്കിൽ പേടിയാവാൻ തുടങ്ങും. അവസാനം പിടിവലിക്കൊടുവിൽ ഡോർ ഓപ്പൺ ആകും. പകുതി ജീവൻ പോയ അവൾക്ക് ആശ്വാസമാകും. ശേഷം താഴെ എത്തിയ മില്ലി ഇന്നലെ കണ്ട പാവം പിടിച്ച് നീനയായിരിക്കില്ല, പകരം ദേഷ്യത്തിൽ അടുക്കളയിലെ ഓരോ സാധനങ്ങളും വലിച്ചിടുന്ന, ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങളും എടുത്തെറിയുന്ന നീനയായിരിക്കും കാണുക. മില്ലിക്ക് നീന എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകില്ല. മില്ലിയോട് നീന, ഞാൻ ഇന്നലെ പറഞ്ഞ PTA മീറ്റിംഗിന്റെ സ്പീച്ചിന് വേണ്ടുന്ന ഞാൻ എഴുതി വെച്ച നോട്ട്സ് എവിടെ, എനിക്കത് ഇന്ന്
ഇന്ന് രാത്രിയൊക്കെ വേണ്ടുന്നതാണ്. അതെവിടെ? നീ അതെവിടെയെ കൊണ്ട് കളഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് മില്ലി പറയും. നീനയുടെ ബഹളം കേട്ട് ആൻഡ്രൂ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്റെ PT മീറ്റിംഗിന്റെ നോട്ട്സിലെ അത് ഈ മില്ലി എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് നീന ബഹളം വെക്കും. മില്ലിക്ക് സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകില്ല. മില്ലി താൻ ഇന്നലെ കണ്ട ആളെയല്ല എന്നുള്ള രീതിയിൽ നീനയെ നോക്കൂ. അതേസമയം ആൻഡ്രൂ നീനയെ എങ്ങനെയൊക്കെയോ ഒരു വിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ പറഞ്ഞേക്കും. എന്നിട്ട് ആൻഡ്രൂ മില്ലിയോട് സോറി, എനിക്കറിയില്ല അവൾക്ക് എന്താ പറ്റിയതെന്ന്. ഈ ഇടയായിട്ട് അവൾ ഇങ്ങനെയാ, എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്നു എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മില്ലി ട്രാഷ് ബാഗ് എടുത്ത് ഗാർബേജ് കളയാൻ പോകുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് കീപ്പറായ എൻസോ എന്തോ അവളോട് പറയാൻ വേണ്ടി തുടങ്ങും. ആ സമയം നീന അവനെ നോക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാകും. സോ അവൻ മില്ലിയോടൊന്നും പറയില്ല. എന്താ കാര്യമെന്ന് മനസ്സിലാവില്ല. അടുത്ത സീനിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മില്ലിക്കൊരു മരുന്ന് കിട്ടും. എന്നാൽ അത് എന്തിൻ്റെതാണെന്ന് അവൾക്ക് മനസ്സിലാകില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നീന മില്ലിയോട് സോറി, ഞാൻ നേരത്തെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, അതാണ് ഞാൻ നിന്നോട് വല്ലാതെ ചൂടായത് എന്ന് പറയും. അന്നേരം മില്ലി അത് സാരമില്ല, നിങ്ങൾ പ്രഗ്നന്റ് അല്ലേ, ചിലപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കും ഇതൊക്കെ എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നീന മില്ലിക്ക് കിച്ചണിൽ പോയിട്ട് ഇതാ നിന്റെ ഡോറിന്റെ കീ എന്ന് പറഞ്ഞ് മില്ലിക്ക് ആ കീ കൊടുക്കുന്നതാണ് കാണിക്കുക. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം മില്ലി എവിടേക്കോ പോകാൻ നോക്കുമ്പോൾ നീന അവളോട് നീ എവിടേക്കാ ഈ പോകുന്നത് എന്ന് ചോദിക്കും. ഇന്ന് സാറ്റർഡേ അല്ലേ, എനിക്കിന്ന് ലീവാണല്ലോ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതല്ലേ. ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല എനിക്ക് നിന്നെ ഇന്ന് ആവശ്യമുണ്ട്. ഇന്ന് എനിക്ക് സലോണിൽ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ഉള്ളതാണ്, അതുകൊണ്ട് വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഇന്ന് നീ ഇവിടെ വേണം. അന്നേരം മില്ലി ബട്ട് അത് പറ്റില്ല, ഇന്ന് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതിനെന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറയും. ഏത് മീറ്റിംഗ്, എന്ത് മീറ്റിംഗ് എന്നൊക്കെ ചോദിച്ച് നീന അവളോട് തട്ടിക്കയറും. ആ സമയത്ത് ആൻഡ്രൂ വന്ന് മില്ലിയോട് നീ പോയിക്കോ എന്ന് പറയും. അങ്ങനെ അവൻ പറഞ്ഞതുകൊണ്ട് നീന മില്ലിയെ പോകാൻ സമ്മതിക്കും. സത്യം പറഞ്ഞാൽ മില്ലി അവളുടെ പരോളിന്റെ ഭാഗമായിട്ട് കൗൺസിലിങ്ങിന് പോയതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് അവൾക്ക് നീനയോട് കോൾ വരും. നീന മില്ലിയോട് സിസിക്ക് ഇന്ന് ബാലേ ക്ലാസ് ഉണ്ട്, സോ നീ 1:45 അവിടെ പോയി അവളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയും. അത് കേട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് മില്ലി ചോദിക്കാൻ പോകുമ്പോഴേക്കും നീന കോൾ കട്ട് ചെയ്യും. ഷെടാ ഇതെന്ത് പണ്ടാരം. ശേഷം അവൾ ആ ഭാഗത്ത് ബാലെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും. ഓ പണിയായല്ലോ. അവസാനം മില്ലി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി സിസി അന്വേഷിക്കും. ഒടുവിൽ അവൾ സിസി ബാലെ പഠിക്കുന്നിടത്തെത്തും. അങ്ങനെ മില്ലി സിസിയോട് ഞാൻ നിന്നെ കൂട്ടിപ്പോകാൻ വന്നതാണെന്ന് പറയും. പക്ഷെ ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട് ഏമയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് സിസി പറയും. അപ്പോൾ ഏമയുടെ അമ്മ പെട്രീസ് മില്ലിയോട് ഞാനും നീനയും ഓൾറെഡി ഒരാഴ്ച മുമ്പ് ഈ കാര്യം പറഞ്ഞു വെച്ചതാണല്ലോ എന്ന് പറയും. അല്ല നീന ഇപ്പൊ എന്നെ വിളിച്ചിട്ട് സിസിയെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നീന പ്ലാൻ മാറ്റിയിട്ടുണ്ടാകുമെന്ന് മില്ലി പറയും. ആണോ, എങ്കിൽ ഞാനൊന്ന് നീനയെ വിളിച്ച് നോക്കട്ടെ എന്ന് പെട്രീസ് പറഞ്ഞ് നീനയെ വിളിക്കും. അന്നേരം നീന മില്ലിയോട് താൻ സിസിയെ കൂട്ടാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഈ നീന എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരിക്കും മില്ലിയുടെ മൈൻഡിൽ. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നീന ആൻഡ്രൂന്റെ അമ്മ എവലിനോട് സംസാരിക്കുമ്പോൾ മില്ലി അവിടേക്ക് വരും. അവളെ കണ്ട നീന നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതാണല്ലോ സിസി നീ ഏമയുടെ വീട്ടിലേക്കാ പോവുകയെന്ന്, പിന്നെ നീ അവിടെ പോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കും. ബട്ട് നീന അങ്ങനെ ഒരു കാര്യം മില്ലിയോട് പറഞ്ഞിട്ടില്ല. ആ സമയം എവലിൻ മില്ലിയുടെ ഡ്രസ്സ് കണ്ട് നീനയോട് നിന്റെ വീട്ടുവേലക്കാരി എന്തിനാ നീ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ വിടുന്നതെന്ന് ചോദിക്കും. കള്ളമോടയാണല്ലോ. അന്നേരം നീന മില്ലിക്ക് എവലിനെ പരിചയപ്പെടുത്തി കൊടുക്കും. എവലിൻ ഇവിടേക്ക് ശരിക്കും വന്നത് അവർ തലമുറകളായി കൈമാറുന്ന അത്രക്കും എക്സ്പെൻസീവായ ഡിന്നർ സെറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. എവലിന്റെ അമ്മയായിരുന്നു എവലിൻ ഇത് കൊടുത്തത്. ഇപ്പൊ എവലിൻ അതെല്ലാം ആൻഡ്രൂവിന് കൈമാറാൻ വേണ്ടിയാണ് വന്നത്. എവലിൻ മില്ലിയുടെ ആൻഡ്രൂവിന് ഇതിലുള്ള പ്ലേറ്റ്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്, സോ നീ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയും. അന്ന് രാത്രി ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ മില്ലി താഴെ പോയി TV കാണും. ആ നേരം ആൻഡ്രൂ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവർ ഓരോന്ന് സംസാരിക്കും. അതിനിടയിൽ മില്ലി നീനയുടെ പേരൻസ് എല്ലാം എവിടെയാണെന്ന് ചോദിക്കും. അവളുടെ പേരൻസ് എല്ലാം ചെറുപ്പത്തിൽ തന്നെ അവളുടെ വീട്ടിലുണ്ടായ ഫയർ ആക്സിഡന്റിൽ മരിച്ചു. പക്ഷെ ആ തീപിടുത്തം എങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല. തെളിവുകൾ ഇല്ലാഞ്ഞിട്ട് പോലും പോലീസുകാരെല്ലാം സംശയിച്ചത് നീനയായിരുന്നു. അതിന്റെ ട്രോമ അവൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ആൻഡ്രൂ പറയും. ആ സമയം നീന അങ്ങോട്ടേക്ക് വരും. അവരെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ട നീന ആൻഡ്രൂവിനോട് നിനക്ക് ഉറക്കമൊന്നുമില്ലേ, സമയം 2 ആയല്ലോ എന്ന് ചോദിക്കും. ആൻഡ്രൂ അപ്പം ശരി ഞാൻ ഉറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ആൻഡ്രൂവിനെയും മില്ലിയും ഒരുമിച്ച് കണ്ട ദേഷ്യത്തിൽ നീന മില്ലിയോട് നീ നാളെ തന്നെ നിന്റെ പെട്ടിയും കിടക്കയും എടുത്ത് വിട്ടോണം എന്ന് പറയും. അത് കേട്ട് മില്ലി നീന ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ താഴെ ആരും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ആൻഡ്രൂ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയും. എന്നാൽ മില്ലി പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ നീ ഞാൻ തന്ന ഫോൺ തിരിച്ചു താ എന്ന് നീന പറയും. അപ്പോൾ മില്ലി നീന സോറി, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊന്നും ഉണ്ടാകില്ല എന്ന് പറയും. ശരി, ഇനി മേലാൽ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും നീ വരരുതെന്ന് നീന താക്കീത് കൊടുക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം നീനയുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വരും. നീന എല്ലാവരോടും ഞങ്ങൾ സിസിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു നാനിയെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട് ജില്ലിയാൻ നീ പ്രഗ്നന്റ് ആണോ എന്ന് സന്തോഷത്തോടെ ചോദിക്കും. അല്ല, പക്ഷെ ഒരു കുട്ടിയെ വേണം എന്നുള്ള രീതിയിൽ ഞാനും ആൻഡ്രൂവും ഇപ്പോൾ ഒരു ഡോക്ടറെ
കൺസൾട്ട് ചെയ്യാറുണ്ടെന്ന് നീന പറയും. ആ പറഞ്ഞത് മില്ലി കേൾക്കും. പ്രഗ്നന്റ് ആണെന്ന് തന്നോട് എന്തിനാ നീന കള്ളം പറഞ്ഞതെന്ന് മില്ലി വിചാരിക്കും. ആ സമയത്ത് നീനക്കൊരു കോൾ വരും. അവൾ പോയ തക്കത്തിന് ബാക്കിയുള്ള ഫ്രണ്ട്സ് അവളെ പറ്റി ഓരോന്നും പറയാൻ തുടങ്ങും. അതായത് 9 മാസം നീന സൈക്കാട്രിക് ഹോസ്പിറ്റലിലായിരുന്നു എന്നും അതുപോലെ ആൻഡ്രൂ എങ്ങനെ നീനയെ സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിച്ച മില്ലിക്ക് പല സംശയങ്ങളും തോന്നും. നീനയുടെ പെരുമാറ്റം, അന്ന് ടോയ്ലറ്റിൽ നിന്ന് അവൾക്ക് കിട്ടിയ മരുന്നെല്ലാം അവൾ ഓർക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അന്ന് രാത്രി നീന മില്ലിയുടെ റൂമിൽ പോയിട്ട് സാറ്റർഡേ നീ ഒന്ന് സിസിയെ നോക്കണം, കാരണം ഞാനും ആൻഡ്രൂവും വീട്ടിലുണ്ടാകില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. മില്ലി ഓക്കെ എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ സാറ്റർഡേ നീനയും ആൻഡ്രൂവും ഹോസ്പിറ്റലിൽ പോയ തക്കത്തിന് മില്ലി നേരെ നീനയുടെ റൂമിൽ പോയിട്ട് ആ മരുന്നുകളെല്ലാം എടുത്തു നോക്കും. അപ്പോൾ അതൊക്കെ സൈക്കാട്രിക് മെഡിസിൻ ആയിരിക്കും, അതായത് ഈ സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ളത്. മില്ലിക്ക് പേടിയാകും. അവൾ വേഗം അവളുടെ ഫ്രണ്ടായ ലെറ്റ്സിയെ വിളിച്ചിട്ട് നിന്റെ കസിനോട് പറഞ്ഞിട്ട് വേറെ ഹൗസിലോ മറ്റോ എനിക്ക് ജോലിയാക്കി തരാൻ പറ്റുമോ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും എടുക്കാം എന്ന് പറയും. അന്നേരം മില്ലിയുടെ സംസാരം കേട്ട സിസി നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോ എന്ന് ചോദിക്കും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, ചിലപ്പോൾ നീ കേട്ടത് മാറിപ്പോയതായിരിക്കും എന്ന് മില്ലി പറയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് അന്ന് രാത്രി മില്ലിയും സിസിയും സംസാരിച്ചിരിക്കുന്ന സമയത്ത് നീന കരഞ്ഞുകൊണ്ട് വരുന്നത് കാണും. ശേഷം മില്ലി ആൻഡ്രൂനോട് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അപ്പൊ ആൻഡ്രൂ ഡോക്ടർ പറഞ്ഞത് നീനക്ക് ഇനി കുട്ടികളാകില്ല എന്നാ, എനിക്കാണെങ്കിൽ കുറെ കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. അന്നേരം മില്ലി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സിസി എങ്കിലും ഉണ്ടല്ലോ എന്ന് പറയും. അതെ, പക്ഷെ സിസി നീനയുടെ മാത്രം മകളാണ്, എന്റെ മകളല്ല, ഞാൻ അവളുടെ ബയോളജിക്കൽ ഫാദർ അല്ല. ഇത് കുറച്ച് സെൽഫിഷ് ആയിട്ട് തോന്നാം, പക്ഷെ എന്റെ ചോരയിൽ പിറന്ന ഒരു കുട്ടിയെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആൻഡ്രൂ പറയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് അന്ന് രാത്രി മില്ലി ഉറങ്ങുന്ന സമയത്ത് നീന ആൻഡ്രൂനെ വഴക്ക് പറയുന്നതും എന്തൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നതും കേൾക്കും. ഇതെന്താണാവോ അടുത്ത പുലിവാലെന്ന് കരുതി ആൻഡ്രൂനെ വിളിക്കാൻ പോയ മില്ലിക്ക് മുമ്പിൽ വാതിൽ തുറക്കുന്നത് നീനയായിരിക്കും. അവളുടെ കയ്യിലാണെങ്കിൽ കത്തിയും അതിൽ ചോരയും പുരണ്ടിട്ടുണ്ടാകും. നീന ആൻഡ്രൂനെ എന്തോ ചെയ്തെന്ന് കരുതി മില്ലി ആൻഡ്രൂ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അന്നേരം ആൻഡ്രൂ വന്ന് നീനയുടെ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങി ആ ഡോർ അങ്ങ് അടക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം നീന മില്ലിയോട് സോറി, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞതിന്, എനിക്ക് പ്രഗ്നന്റ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ ആഗ്രഹിച്ച് പെട്ടെന്ന് ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചു പോയി, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് നീന അവൾക്ക് കുറച്ച് ഡ്രസ്സ് കൊടുത്തുകൊണ്ട് ഇതാ ഇത് നീ എടുത്തോ, ഇത് നിനക്ക് നന്നായി ചേരും. ആ പിന്നെ ഈ സാറ്റർഡേ ഷോ ഡൗൺ എന്ന് പറഞ്ഞ മ്യൂസിക്കൽ സ്റ്റേജ് ഷോ ഉണ്ട്, സോ നീ എനിക്കും ആൻഡ്രൂവിനും അതിനുവേണ്ടി 2 ടിക്കറ്റ് എടുത്തു വെക്കണം, കൂടാതെ അന്ന് തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ലക്ഷറി ഹോട്ടൽ കൂടി ബുക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം മില്ലി സിസിയുടെ ബാലെ ക്ലാസ് നടക്കുന്നിടത്തേക്ക് പോകും. അവിടെ വേറൊരു കുട്ടിയുടെ നാനി കൂടി ഉണ്ടാകും. അവൾ മില്ലിയോട് സിസി അത്ര നന്നായിട്ടൊന്നും ബാലെ കളിക്കുന്നില്ല, പക്ഷെ അവളെ ആരും കുറ്റം പറയില്ല, കാരണം അത്രമാത്രം മോശം സിറ്റുവേഷനിലൂടെ ആ കുട്ടി കടന്നു പോയതാണെന്ന് പറയും. അപ്പോൾ മില്ലിക്കൊന്നും മനസ്സിലാകില്ല. അവൾ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലേ അവളുടെ അമ്മ നീനയുടെ മെന്റൽ ഇഷ്യൂസ്, അതുപോലെ സിസി ചെറുതായിരുന്നപ്പോൾ നീന അവളെ ബാർഡബിൽ മുക്കി കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് കണ്ട് പേടിച്ച് അവരുടെ ഹസ്ബൻഡ് ആൻഡ്രൂ പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ അവർക്ക് നീനക്ക് മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായി. ഏകദേശം 9 മാസത്തോളം മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു നീന. മില്ലിക്ക് അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. അവൾ വേഗം പോയി എൻസോനോട് നിങ്ങൾക്ക് ഈ ഫാമിലിയെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ എൻസോ നീ ഈ വീട്ടിൽ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ എന്ന് പറയും. ബട്ട് എൻസോ എന്തോ ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകില്ല. ആ നേരം നീന ദേഷ്യത്തിൽ വന്ന് ഒരു എൻവലപ്പ് കാണിച്ചുകൊണ്ട് മില്ലിയോട് ഇതെന്താ എന്ന് ചോദിക്കും. അത് സാറ്റർഡേ ഉള്ള ആ സ്റ്റേജ് ഷോന്റെ ടിക്കറ്റും പിന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിന്റെയുമാണെന്ന് മില്ലി പറയും. അപ്പോൾ നീന നിന്നോടൊപ്പോഴാ ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, എനിക്കാടെ സിസിയും കൂട്ടിയിട്ട് ക്യാമ്പിന് പോകേണ്ടതാണെന്ന് പറയും. ബട്ട് നീന പറഞ്ഞിട്ടാണല്ലോ മില്ലി അത് ചെയ്തത്, അതെനിക്കറിയില്ല, നിങ്ങളല്ലേ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് മില്ലി പറയും. അന്നേരം നീന ഞാൻ അങ്ങനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല, ഈ ടിക്കറ്റ് ആണെങ്കിൽ ഇനി റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്, ഇതിന്റെ പൈസ നീ തിരിച്ചു താ എന്ന് പറയും. ബട്ട് നീന എന്റെ അത്ര പൈസയൊന്നും ഇല്ല. ആ സമയം ആൻഡ്രൂ ഇനി അടുത്തത് എന്താണോ എന്ന മട്ടിൽ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. നീന കാര്യങ്ങളെല്ലാം അവനോട് പറയും. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആൻഡ്രൂ കുഴപ്പമില്ല, ഞാൻ റീഫണ്ട് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് നീനയോട് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ സാറ്റർഡേ ആകും. നീന സിസിയും കൂട്ടിയിട്ട് ക്യാമ്പിന് പോകും. ആ സമയം ആൻഡ്രൂ മില്ലിയോട് റീഫണ്ട് കിട്ടിയില്ല, ഒരു കാര്യം ചെയ്, ഏതായാലും ഷോ മിസ് ചെയ്യണ്ട, നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറയും. അത് കേട്ട് മില്ലി എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല എന്ന് പറയും. ഓ ആണോ, എന്നാൽ നമ്മൾക്ക് 2 പേർക്കും പോകാമെന്ന് മില്ലിയോട് ആൻഡ്രൂ പറയും. അങ്ങനെ ആ ദിവസം അവർ ആ ഷോ കാണാൻ പോയി എൻജോയ് ചെയ്ത് ബുക്ക് ചെയ്ത ആ ഹോട്ടലിൽ കഴിയും. ആ സമയത്ത് മില്ലിയുടെ ഫോണിൽ നീനയുടെ 10-60 മെസ്സേജും കോൾസും ഒക്കെ ഉണ്ടാകും. കൂടാതെ യു ആർ ഫയർഡ് എന്നും ഉണ്ടാകും. പോയി പണി പോയി. ടെൻഷനായ മില്ലി നേരെ പോയി ആൻഡ്രൂനോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അവൾ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കില്ല എന്നായിരിക്കും ആൻഡ്രൂ പറയുക. അപ്പോൾ മില്ലി അല്ല, അവൾ കാര്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് അവളെ നന്നായി അറിയാം, അവൾക്ക് എന്റെ ജീവിതം നശിപ്പിക്കാനാണ് ആഗ്രഹം, എനിക്കറിയില്ല അവൾക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യമെന്ന്, എനിക്കാണെങ്കിൽ ഈ ജോലി അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണെന്ന് പാവം മില്ലി പറയും. റിലാക്സ്, ഞാൻ എന്തായാലും നീനയോട് ഈ കാര്യം പറയാമെന്ന് പറഞ്ഞ് മില്ലിയെ ആൻഡ്രൂ ആശ്വസിപ്പിക്കും. പിന്നെ അത് നേരെ കലാപരിപാടിയിലേക്ക് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ആൻഡ്രൂ മില്ലിയോട് നീന വേഗം വീട്ടിലെത്താൻ ചാൻസ് ഉണ്ട്, സോ നമുക്ക് അവൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്ന് പറയും. അങ്ങനെ അവർ വേഗം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തും. കുറച്ച് സമയം കഴിഞ്ഞ് നീനയും അവിടെ എത്തും. പക്ഷെ കഴിഞ്ഞ ദിവസം
ദിവസം മില്ലിയോട് ദേഷ്യപ്പെട്ട് മെസ്സേജ് അയച്ചതിന്റെ ഭാവം ഒന്നും നീനക്കുണ്ടാകില്ല. അവൾ വളരെ സന്തോഷത്തോടെ മില്ലിയോട് സംസാരിക്കും. എന്തോ എവിടെയോ തകരാറ് പോലെ. നീന മില്ലിയോട് ഇന്നലെ എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ടായിരുന്നു, പോരാത്തതിന് സ്ട്രെസ്സും, അതെല്ലാം കൂടി ഞാൻ അറിയാതെ നിന്റെ അടുത്ത് കാണിച്ചു പോയി, ഐ എം സോറി എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നീന മില്ലിയോട് നീ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ല നീ ജയിലിൽ നിന്നപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. പോയി എല്ലാം പോയി, ഇതെങ്ങനെ താൻ ജയിലിൽ കഴിഞ്ഞ കാര്യം നീന അറിഞ്ഞെന്ന് മില്ലി ചിന്തിക്കും. നീനയുടെ ചോദ്യം കേട്ട് ആൻഡ്രൂവും ഞെട്ടും. കാരണം മില്ലി ഇതിനെപ്പറ്റി ഒന്നും അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. നീന ആൻഡ്രൂനോട് മില്ലി ഉദ്ദേശിച്ചുകൊണ്ട് ഇവൾ ഇവിടെ വരുന്നതിന് മുമ്പ് 10 വർഷം ജയിലിലായിരുന്നു, ഇപ്പൊ പരോളിന് ഇറങ്ങിയതാണെന്ന് പറയും. എന്നിട്ട് നീന മില്ലിയോട് നിന്റെ കാർ പഴയതാണല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ പുതിയ കാർ വാങ്ങുന്നത് വരെ എന്റെ വണ്ടി എടുത്തു എന്ന് പറഞ്ഞ് കാറിന്റെ കീ കൊടുക്കും. അന്നേരം തന്റെ ചരിത്രം മൊത്തം മറിഞ്ഞിട്ട് തന്നെ ജോലിക്ക് എടുത്തതാണെന്നും താൻ എന്തൊക്കെ പറഞ്ഞാലും താൻ ഒരിക്കലും ഈ വീട് വിട്ടു പോകില്ല എന്നും നീനക്ക് നല്ല ബോധമുണ്ടെന്ന് മില്ലി തിരിച്ചറിയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഗ്രോസറി ഷോപ്പിൽ മില്ലി പോയ സമയത്ത് നീനയുടെ ഫ്രണ്ട് ജില്ലിയാൻ അവിടെ ഉണ്ടാകും. അവളുടെ കയ്യിൽ പുതിയ ഫോൺ കണ്ടിട്ട് ജില്ലിയാൻ അവളോട് ഇതാണല്ലേ നീന നിനക്ക് തന്ന പുതിയ ഫോൺ, ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അന്നേരം മില്ലി എനിക്കറിയില്ല, ഞാനിത് വർക്കിന്റെ ആവശ്യത്തിന് മാത്രമാണ് എടുക്കാറെന്ന് പറയും. ഇതുപോലെ ജോലിക്ക് പോയാൽ അവർ ഫോൺ തരുന്നത് തന്നെ നമ്മൾ എവിടേക്ക് പോകുന്നു, ആർക്കൊക്കെ മെസ്സേജ് ചെയ്യുന്നു, ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ജില്ലിയാൻ പറയും. അപ്പോൾ മില്ലിക്ക് താൻ ആൻഡ്രൂന്റെ കൂടെ അന്ന് ഹോട്ടലിൽ പോയത് നീന അറിഞ്ഞെന്ന് മനസ്സിലാകും. അങ്ങനെ അവൾ ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് വന്ന് അവളോട് നീ ഇപ്പൊ എടുത്ത് ഈ കാർ മോഷണം പോയതാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കും. അപ്പൊ മില്ലിക്ക് ഇതൊക്കെ നീനയുടെ പണിയാണെന്ന് മനസ്സിലാകും. ആ സമയം ആൻഡ്രൂ അവിടേക്ക് വന്ന് പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മില്ലിയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്ന വഴി മില്ലി ആൻഡ്രൂനോട് ഞാൻ മുമ്പ് ജയിലിലായിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചതിന് സോറി, എന്നിട്ട് അവൾ ജയിലിൽ പോകാനുള്ള റീസൺ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആൻഡ്രൂ അവളോട് അത് കുഴപ്പമില്ല, ഏതായാലും പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് വിട്ടേക്ക് എന്ന് പറയും. വീട്ടിലെത്തി ആൻഡ്രൂ ദേഷ്യത്തിൽ നീനയോട് നീ എന്തായി കാണിച്ചു വെച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നീന ഞാൻ അറിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ പോയി താമസിച്ചതും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും മനസ്സിലായി എന്ന് പറഞ്ഞ് മില്ലി ഉദ്ദേശിക്കൊണ്ട് ഞാൻ ഇവളുടെ ജീവിതം താറുമാറാക്കും, ജയിലിൽ നിന്ന് പരോളിനിറങ്ങി ഇവൾ എന്റെ ഡ്രസ്സ് മോഷ്ടിച്ചെന്ന് സ്റ്റേഷനിൽ പോയി ഞാൻ പറയുമെന്ന് പറയും. മോഷ്ടിച്ചെന്നോ? ഞാനോ? നീയല്ലേ അതെനിക്ക് തന്നത്, എന്നിട്ട് ഞാൻ മോഷ്ടിച്ചെന്നാണോ പറയുന്നത്? ആ സമയം ആൻഡ്രൂ ഗതി കേട്ട് നീനയോട് മതിയാക്കി, എനിക്ക് നിന്റെ ഈ സ്വഭാവം സഹിച്ച് മടുത്തു, ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ, നീ ആയിട്ട് ഈ പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ നീനക്ക് വല്ലാതെയാകും. അപ്പോൾ മില്ലി ഞാൻ നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ സഹായിക്കണോ എന്ന് നീനയോട് ചോദിക്കും. ദേഷ്യം വന്ന നീന എന്താ നീ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് മില്ലിക്ക് മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. നീനക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാകും, അവൾ കരയാൻ തുടങ്ങും. ശേഷം മില്ലി ആൻഡ്രൂനോട് സിസിയുടെ കാര്യം എന്താ ചെയ്യുക എന്ന് ചോദിക്കും. സിസിയുടെ കാര്യം ഞാൻ എന്തായാലും ലോയറിനോട് സംസാരിക്കും, അവളെ ഞാൻ നോക്കിക്കോളാം, നീനയുടെ സ്വഭാവം വെച്ച് കോടതി എന്തായാലും സിസിയെ നീനക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ആൻഡ്രൂ പറയും. അതിനുശേഷം മില്ലിയും ആൻഡ്രൂം സുഖമായി ജീവിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മില്ലി ആൻഡ്രൂനോട് നിന്നെ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറഞ്ഞ് കോംപ്ലിമെന്റ് ചെയ്യും. ബ്യൂട്ടി ശരിക്കും ഒരു പവറാണ്, അതിന്റെ മൂർച്ചയുള്ള വാളാണ് സ്മൈൽ എന്ന് ആൻഡ്രൂ പറയും. പിറ്റേ ദിവസം മില്ലി ആൻഡ്രൂന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പോകാൻ നോക്കുമ്പോൾ എൻസോ വീടിന്റെ വിൻഡോയുടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടാകും. പെട്ടെന്ന് അവൻ അവിടെ കണ്ട വെപ്രാളത്തിൽ മില്ലി ഒന്ന് പേടിക്കും. പേടിച്ച സമയത്ത് അവളുടെ കയ്യിലെ പ്ലേറ്റ് താഴെ വീണ് പൊട്ടും. ആ പ്ലേറ്റ് ആൻഡ്രൂന്റെ അമ്മ അന്ന് കൊടുത്ത എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിന്നർ സെറ്റിൽ ഉള്ളതാണ്. ഒച്ച കേട്ട് ആൻഡ്രൂ ഓടി വന്ന് കാര്യം എന്താണെന്ന് മില്ലിയോട് ചോദിക്കും. അങ്ങനെ മില്ലി കാര്യം പറയും. അത് കേട്ട ആൻഡ്രൂ അപ്പൊ തന്നെ എൻസോയുടെ അടുത്ത് പോയി അവനെ വഴക്ക് പറഞ്ഞ് അവനെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. ശേഷം മില്ലി ആൻഡ്രൂനോട് സോറി ഞാൻ നിങ്ങളുടെ അമ്മ തന്ന ആ പ്ലേറ്റ് പൊട്ടിച്ചു എന്ന് പറയും. അപ്പൊ ആൻഡ്രൂ അത് കുഴപ്പമില്ല, ഏതായാലും നീ ആ പ്ലേറ്റ് കളയണ്ട, പൊട്ടിയ പ്ലേറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരാളെ എനിക്കറിയാമെന്ന് പറഞ്ഞ് മില്ലിയെ ആശ്വസിപ്പിക്കും. പിറ്റേ ദിവസം ആൻഡ്രൂ ഷാമ്പയിൻ എടുത്ത് മില്ലിയും കൂട്ടി അവൾ മുമ്പ് ഉപയോഗിച്ച റൂമിലേക്ക് പോയി ഡ്രിങ്ക് ചെയ്യും. അങ്ങനെ രണ്ടാളും നന്നായി എൻജോയ് ചെയ്യും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ മില്ലി കണ്ണ് തുറന്നു നോക്കുമ്പോൾ മുഴുവനും കാലിയായി കിടക്കുന്ന റൂമായിരിക്കും കാണുക. ഇതെന്താ ഇങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലാക്കില്ല. മില്ലി ആൻഡ്രൂനെ വിളിച്ചിട്ട് ഡോറ് തുറക്കാൻ വേണ്ടി പറയും. അന്നേരം ആൻഡ്രൂ ഞാൻ നിന്നെ തുറന്നു വിടാം, പക്ഷേ ഇപ്പോൾ അതിന് സമയമായിട്ടില്ല എന്ന് പറയും. നീ ഇതെന്തൊക്കെ ഈ പറയുന്നതെന്ന് മില്ലി ചോദിക്കും. അന്നേരമായിരിക്കും നീനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സീൻ കാണിക്കുക. അവള് ശരിക്കും കരയുകയല്ല ചിരിക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെയാണ് ഒരൊന്നൊന്നര ട്വിസ്റ്റ്. ആൻഡ്രൂ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോ ആണ്. ഇവനെ പേടിച്ചിട്ടാണ് നീൻ ഇത്ര കാലം ആ വീട്ടിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അവൾ ഉള്ളുകൊണ്ട് ശരിക്കും സന്തോഷിക്കുകയായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. ഇവിടെയായിരിക്കും നീനയുടെ പാസ്റ്റ് കാണിക്കുക. അതായത് നീനയുടെ പേരൻസ് ഫയർ ആക്സിഡന്റിൽ മരിച്ചെന്ന് മുമ്പ് പറഞ്ഞിട്ടില്ലേ, ശരിക്കും അതിന്റെ റീസൺ അവളല്ല. പേരൻസിന്റെ മരണശേഷം അവൾ വളർന്നതൊക്കെ ഫോസ്റ്റർ ഹോമിലാണ്. വലുതായതിനു ശേഷം അവൾ LLB പഠിക്കാൻ പോയി. ബട്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ അവിടുത്തെ പ്രൊഫസറായിട്ട് റിലേഷൻഷിപ്പായി. അങ്ങനെ അതിലൊരു കുട്ടിയുണ്ടായി. ആ കുഞ്ഞാണ് സിസി. ബട്ട് ആ പ്രൊഫസർ മാരീഡ് ആയതുകൊണ്ട് തന്നെ നീനയെ നൈസായി ഒഴിവാക്കി. പിന്നീടാണ് അവൾ ആൻഡ്രൂന്റെ കമ്പനിയിൽ സെക്രട്ടറി ആയിട്ട് ജോലിക്ക് കയറിയതും അവിടുന്ന് അവർ പരിചയപ്പെട്ട് റിലേഷൻഷിപ്പിലായതും. നീന വരുന്നതിന് മുമ്പ് കേത്തി എന്ന പെണ്ണുമായിട്ട് ആൻഡ്രൂന്റെ എൻഗേജ്മെന്റ്
എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. ബട്ട് കാത്തി അവൻ ഒഴിവാക്കി പോയെന്നാണ് ആൻഡ്രൂ നീനയോട് പറഞ്ഞത്. ബട്ട് സത്യം അതല്ലായിരുന്നു. അവൻ അവളെ കൺട്രോളിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചു. പിന്നെ കാത്തി ഗതി കെട്ടി എങ്ങനെയോ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതൊന്നും നീനക്കറിയില്ല. ഈ ആൻഡ്രൂ നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു നാർസിസിസ്റ്റിക് ക്യാരക്ടറാണ്. നീനക്ക് ഡാർക്ക് ഹെയർ ആയിരുന്നു. ബട്ട് അവന് ബ്ലോണ്ട് ഹെയർ ഇഷ്ടമായത് കൊണ്ട് തന്നെ അവളോട് ബ്ലോണ്ട് ഹെയർ ആക്കാൻ പറഞ്ഞു. ബട്ട് അവൾ അത് ചെയ്യാൻ മറന്നു. ഇവൻ ആ ദേഷ്യത്തിൽ മില്ലി കിടന്ന അതേ റൂമിൽ നീനയെ പൂട്ടിയിട്ടു. ആദ്യമൊക്കെ നീന ഇത് തമാശയാണെന്ന് കരുതി തള്ളി. പിന്നെയാണ് ഇവൻ ഒന്നൊന്നര സൈക്കോ ആണെന്ന് അവൾ മനസ്സിലാക്കിയത്. നീന അവനോട് ഡോറ് തുറക്കാൻ പറഞ്ഞപ്പോൾ ആൻഡ്രൂ പറഞ്ഞത് ഡോർ ഓപ്പൺ ചെയ്യാം, ബട്ട് നിന്റെ തലയിൽ നിന്ന് 100 ഹെയർസ് അടിയോടെ പറിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത്. ആൻഡ്രൂന്റെ ആവശ്യം കേട്ട് നീന ഞെട്ടു. കാരണം അത് എങ്ങനെ ചെയ്യാനാ? എന്നാൽ അവൾ അതിന് സമ്മതിക്കാതെ കുറെ ഡേയ്സ് ആ റൂമിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞു. അങ്ങനെ അവസാനം അവൾ അത് ചെയ്യാൻ റെഡിയാകും. വേറെ വഴിയില്ല. അവൾ വേദന കടിച്ചു പിടിച്ച് 100 മുടി പറിച്ച് അവന് കൊടുക്കും. അങ്ങനെ അവൻ അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്ത് അവളെ തുറന്നു വിടും. ശേഷം നീന സന്തോഷത്തിൽ ഓടി സിസിയുടെ അടുത്ത് പോകും. എന്നാൽ പെട്ടെന്ന് അവളുടെ കണ്ണൊക്കെ മങ്ങി വീഴാവുന്നത് പോലെ തോന്നും. അപ്പോഴായിരിക്കും ആൻഡ്രൂ നൽകിയ വെള്ളത്തിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുക. പിന്നെ ബോധം വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് സിസി ബാർ ടബിൽ മുങ്ങി കിടക്കുന്നതാണ്. അത് ആൻഡ്രൂ ആയിരുന്നു ശരിക്കും ചെയ്തത്. അവൾക്ക് മാനസിക പ്രോബ്ലം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ. അങ്ങനെ ആകുമ്പോൾ നീന അവനെ പറ്റി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ. അങ്ങനെയാണ് അവൾ 9 മാസം മെന്റൽ ഹോസ്പിറ്റലിലായത്. അവിടുത്തെ ഡോക്ടറിനോട് അവൾ സത്യം പറയാൻ നോക്കിയെങ്കിലും അയാൾ അത് വിശ്വസിച്ചില്ല. ശരിക്കും നീന ആകെ തളർന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ടും എല്ലാവരും അവളെ മെന്റൽ ആയിട്ട് തന്നെയാണ് കണ്ടത്. ഒരാൾ ഒഴിച്ച്. അത് അവിടെ ജോലി ചെയ്ത എൻസോ ആയിരുന്നു. എൻസോനറിയാം ആൻഡ്രൂന്റെ ഈ സ്വഭാവം. എൻസോ നീനക്കും സിസിക്കും രക്ഷപ്പെടാൻ വേണ്ടി 2 പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. ബട്ട് അത് ആൻഡ്രൂ കൈയോടെ പൊക്കി എഗെയിൻ ഓരോ റീസൺ ഉണ്ടാക്കി അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കി. തന്റെ മകളെ എന്തായാലും ആൻഡ്രൂ അവന്റെ കസ്റ്റഡിയിൽ വെക്കുമെന്ന് അങ്ങനെ അവൾക്ക് മനസ്സിലായി. കാരണം ഇവൾക്ക് മെന്റൽ ആയതുകൊണ്ട് സിസിയെ വിട്ടുകിട്ടാൻ ലീഗലി മുന്നോട്ട് പോയാലും കുഞ്ഞിന് നീനയുടെ കൂടെ അയക്കാൻ കോടതി സമ്മതിക്കില്ല. എങ്ങനെ പോയാലും ഇവന്റെ കൺട്രോളിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് നീനക്ക് മനസ്സിലായി. സോ വേറെ ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നീന ഒരു പ്ലാൻ ഉണ്ടാക്കി. വേറെ പെണ്ണുമായിട്ട് ആൻഡ്രൂവിനെ റിലേഷൻഷിപ്പ് ആക്കൽ. അതിനവൾ കണ്ട മാർഗമായിരുന്നു മില്ലി. പ്ലാൻസ് എൻസോന് അറിയാം. ബട്ട് എൻസോ അവളോട് അത് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. ബട്ട് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടും തന്റെ മകളെ ആൻഡ്രൂ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടുമാണ് മില്ലി അവൾ ഹയർ ചെയ്തത്. ആക്ച്വലി അവൾക്ക് മെന്റൽ ഇൽനെസ് ഒന്നുമില്ല. എല്ലാം ആക്ടിംഗ് ആയിരുന്നു. ഓൾറെഡി തനിക്ക് മെന്റൽ ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ മെന്റൽ ആണെന്ന് ശരിക്കും ആക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ എന്ന് അവൾ വിചാരിച്ചു. സോ അവൾ മില്ലിയെ ഇമോഷണലി ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. അതുവഴി ആൻഡ്രൂ അവളുമായിട്ട് സെറ്റ് ആകുമെന്ന് അവൾക്ക് ഉറപ്പായി. ഇനി ഈ ഒരു സ്വഭാവം വെച്ച് ആൻഡ്രൂ എന്തായാലും നീനെ ഒന്നിച്ച് നിർത്തില്ലല്ലോ. അങ്ങനെ ഡ്രാമയ്ക്ക് ശേഷം ആൻഡ്രൂ ആ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കി. ഫ്രീഡം കിട്ടി. ഈ പ്ലാൻ വർക്ക് ആക്കാൻ മില്ലിയെ തന്നെ എടുക്കാനുള്ള റീസൺ മില്ലിയുടെ പാസ്റ്റ് ആണ്. ആൻഡ്രൂനെ പോലത്തെ ഒരുത്തനെയാണ് മില്ലി പാസ്റ്റിൽ കൊന്നത്. സോ ആൻഡ്രൂനെ ഇട്ട് പണി കൊടുക്കാൻ മില്ലിയാണ് ബെസ്റ്റ് വെപ്പൺ എന്ന് നീനക്ക് മനസ്സിലായി. പിന്നെ മില്ലി ആ വീട് വിട്ട് പോകില്ല എന്ന് നീനക്കറിയാം. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീനക്ക് കുട്ടിയാകില്ല എന്ന് അവൾ തന്നെ ഡോക്ടറിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണ്. വീണ്ടും ഒരു ആൻഡ്രൂനെ ജനിപ്പിക്കാതിരിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ നീന സിസിക്ക് കത്തയച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ മില്ലിക്ക് നീന ജീവനം കൊണ്ട് ഓടിയതാണെന്ന് മനസ്സിലാകും. മില്ലി ആൻഡ്രൂനോട് ഡോർ തുറക്കട ഊള എന്ന് പറയും. നീ പ്ലേറ്റ് പൊട്ടിച്ചതല്ലേ, അതിന്റെ പണിഷ്മെന്റ് എന്തായാലും നീ അനുഭവിക്കണം. ദാ ഇതുകൊണ്ട് നിന്റെ വയറിൽ 21 മുറിവുകൾ വരക്കണമെന്ന് പൊട്ടിയ പ്ലേറ്റിന്റെ ഒരു കഷ്ണം കൊടുത്തുകൊണ്ട് ആൻഡ്രൂ പറയും. കള്ള സൈക്കോ, ഈ റൂമിൽ ക്യാമറയുണ്ട്. നീ ഞാൻ പറഞ്ഞത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയിലൂടെ കാണാൻ കഴിയുമെന്നും പറയും. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ ആൻഡ്രൂ പറഞ്ഞതുപോലെ ചെയ്യും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നീന സിസിയെ കാണാൻ അവളുടെ സ്കൂളിൽ പോകും. ശേഷം സിസിയോട് നമ്മൾക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ദൂരെ പോയി താമസിക്കാമെന്ന് പറയും. അന്നേരം സിസി അപ്പൊ മില്ലിയോ അവളെയും നമുക്ക് കൂടെ കൂട്ടാമെന്ന് പറയും. മറുഭാഗത്ത് മില്ലി പറഞ്ഞതുപോലെ ചെയ്തെന്ന് മനസ്സിലാക്കിയ ആൻഡ്രൂ മില്ലിയുടെ റൂമിലേക്ക് പോകും. ആ നേരം അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ കുത്തി അവന്റെ ഫോണും എടുത്ത് ഓടിപ്പോയി ആൻഡ്രൂവിനെ അകത്താക്കി വാതിലടക്കും. വെൽഡൺ മൈ ഗേൾ. അവനാണെങ്കിൽ ഡോർ തുറക്കടി പുല്ലി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നാൽ മില്ലി അതൊന്നും മൈൻഡ് ചെയ്യാതെ കിച്ചണിൽ പോയി അവിടുന്ന് പ്ലേയേഴ്സും പിന്നെ അവന്റെ അമ്മ കൊടുത്ത ആ ഡിന്നർ സെറ്റും പെട്രോളും അങ്ങനെ വമ്പൻ സെറ്റപ്പും എടുത്ത് അവന്റെ അടുത്തേക്ക് പോകും. മില്ലി ഡോറിന് അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ആൻഡ്രൂ നീനയോട് കാണിച്ചതുപോലെ അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ബട്ട് ഇത് നീനയല്ല, മില്ലിയാണ്. മില്ലി പ്ലേയേഴ്സ് കൊടുത്തിട്ട് നീ നിന്റെ മുമ്പിലുള്ള പള്ളി ഇത് വെച്ച് അങ്ങ് പൊട്ടിക്കെന്ന് പറയും. ഇല്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അവൻ പറയും. അതിന്റെ ദേഷ്യത്തിൽ മില്ലി ആഹാ അങ്ങനെയാണ് ആ വിലപിടിപ്പുള്ള കപ്പും പ്ലേറ്റ്സും ഒക്കെ എറിഞ്ഞു പൊട്ടിക്കും. അപ്പൊ ആൻഡ്രൂ അതൊന്നും പൊട്ടിക്കരുത്, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് മില്ലിയോട് ഭീഷണി മുടക്കും. ഒരാളെ കൊന്ന് ജയിലിൽ പോയ ആളോടാണ് ഈ ഭീഷണി. അത് കേട്ട് മില്ലി ഹോ അപ്പൊ നിന്നോട് ഞാൻ എന്തിനാ ജയിലിൽ പോയതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഞാൻ നിന്നെ പോലെ ഒരുത്തനെ കൊന്നിട്ടാണ് ജയിലിൽ പോയതെന്ന് പറഞ്ഞ് ആ റൂം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ ആൻഡ്രൂ ശരി ശരി ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് അവളോട് പറയും. അങ്ങനെ അവസാനം അവന്റെ പല്ല് അവൻ പൊട്ടിക്കും. ഇതൊക്കെ മില്ലി ആൻഡ്രൂന്റെ ഫോണിൽ നിന്ന് കാണുന്നുണ്ടാകും. പല്ല് പൊട്ടിച്ചതിന് ശേഷം അവൻ അവളോട് വാതിൽ തുറക്കാൻ വേണ്ടി പറയും. എന്നാൽ മില്ലി ശരി ഞാൻ എന്തായാലും നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അത് കേട്ട ആൻഡ്രൂ അലറും. അവിടുന്ന് സീൻ കട്ടായിട്ട് അന്ന് രാത്രി താൻ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ നീന
മില്ലിയെ രക്ഷിക്കാൻ വേണ്ടി ആൻഡ്രൂന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് മില്ലിയെ പൂട്ടിയിട്ട് ആ റൂമിലേക്ക് പോകും. നിനക്കറിയില്ലല്ലോ ഇവിടെ നടന്ന പൊട്ടിത്തെറികളൊന്നും. ഇവിടെ മില്ലി ആണെങ്കിൽ TV കാണുന്നുണ്ടാകും. മില്ലി ക്യാമറയിലൂടെ നോക്കുമ്പോൾ ആൻഡ്രൂനെ ആ റൂമിൽ കാണില്ല. സംശയം തോന്നി റൂമിന്റെ അടുത്തേക്ക് പോയി നോക്കിയ മില്ലി കണ്ടത് മില്ലി ആ റൂമിൽ ഉണ്ടെന്ന് വിചാരിച്ച് റൂം തുറക്കാൻ നോക്കുന്ന നീനയാണ്. നീന വാട്ട് ആർ യു ഡൂയിങ്? അപ്പോഴായിരിക്കും നീനക്ക് റൂമിലുള്ളത് ആൻഡ്രൂ ആണെന്ന് മനസ്സിലാവുക. എന്നാൽ അപ്പോഴേക്കും ആ ഡോർ അവൾ തുറന്നിട്ടുണ്ടാകും. പെട്ടെന്ന് ആൻഡ്രൂ വാതിൽ തുറന്ന് നീനയെ പിടിച്ച് തള്ളി താഴെയിട്ട് മില്ലി ഉദ്ദേശിക്കൊണ്ട് ഇവളെ എനിക്കിട്ട് ഇങ്ങനെ പണി തരുമെന്ന് നിനക്ക് ഓൾറെഡി അറിയാമായിരുന്നല്ലടി എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ മില്ലി അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് വേസ് എടുത്ത് അവന്റെ തലക്കടിച്ച് അവിടുന്ന് ഓടും. കമോൺ റ മില്ലി. പിറകെ ആൻഡ്രൂ ഓടും. എന്നാൽ മില്ലി അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് തിരിച്ച് നീനയുടെ അടുത്ത് പോയി ആൻഡ്രൂ മില്ലി പോയി ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റായി പോയി എന്ന് പറഞ്ഞ് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അന്നേരം മില്ലി പിറകിലൂടെ വന്ന് ആൻഡ്രൂനെ പിടിച്ച് അവിടുത്തെ വലിയ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിടും. അവൻ അപ്പൊ തന്നെ മരിക്കും. ശേഷം മീന അവിടുത്തെ ഒരു ബൾബ് എടുത്ത് താഴെ ഇട്ടതിന് ശേഷം ഞാൻ പോലീസുകാരോട് ഇവൻ ബൾബ് നന്നാക്കുന്ന സമയം താഴെ വീണ് മരിച്ചു പോയതാണെന്ന് കള്ളം പറഞ്ഞോളാം. നീ ഇനി ഇവിടെ നിൽക്കേണ്ട, എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെട്ടോ എന്ന് മില്ലിയോട് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം പോലീസ് ആ വീട്ടിൽ വരും. പ്ലാൻ ചെയ്തതുപോലെ നീന ബൾബ് നന്നാക്കുന്ന സമയത്ത് ആൻഡ്രൂ താഴേക്ക് വീണതാണെന്ന് പറയും. പക്ഷെ പോലീസ് ആൻഡ്രൂന്റെ കഴുത്തിൽ വലിയ മുറിവുണ്ടായിരുന്നല്ലോ, മാത്രമല്ല അവന്റെ ഒരു പല്ലും പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ബൾബ് നന്നാക്കാൻ നോക്കുമോ എന്ന് സംശയത്തോടെ ചോദിക്കും. പെട്ടി. അന്നേരം അവർ പേടിക്കണ്ട എന്ന് പറയും. അതായത് നേരത്തെ ഒരു കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആൻഡ്രൂ ആയിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ അവളുടെ സിസ്റ്റർ ആണ് ഇവർ. സോ ഇവർക്ക് ഈ ആൻഡ്രൂന്റെ സ്വഭാവം എല്ലാം അറിയാം. പക്ഷെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻഡ്രൂനെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അങ്ങനെ ആൻഡ്രൂ ഇത് അറിയിക്കുന്നുണ്ടെന്ന രീതിയിൽ ആ പോലീസ് നീന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ആൻഡ്രൂന്റെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് മില്ലി അവിടേക്ക് വരും. മില്ലിയെ കണ്ട നീന ഞാൻ നിന്നോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയിക്കോളൂ എന്ന് പറഞ്ഞതല്ലേ, ഞാൻ പരോളിലാണ്, സോ എനിക്ക് തോന്നുന്നത് പോലെ എവിടേക്കും പോകാൻ പറ്റില്ല എന്ന് മില്ലി പറയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നീന പറഞ്ഞിട്ട് മില്ലി വേറൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. സംസാരിക്കുന്ന സമയത്ത് അവൾ ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിലെ സ്ത്രീയുടെ കയ്യിൽ അടി കൊണ്ടതിന്റെ പാട് മില്ലി ശ്രദ്ധിക്കും. അപ്പോൾ നീന തന്നെ വെറുതെ ഇവിടേക്ക് അയച്ചതല്ല എന്നും ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ആൻഡ്രൂനെ പോലെയുള്ള ഒരുത്തനാണെന്നും മനസ്സിലാകും. ഇനി അടുത്ത പണി അയാൾക്കുള്ളതാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ കഴിയും. എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കായി. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മളുടെ അക്ക സിഡ്നി സീനി ആള് പതിവ് പോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് സിഡ്നിനെക്കാട്ടും കുറച്ചും കൂടി മുകളിൽ എത്തിയത് നമ്മളുടെ നീനയായിട്ട് വന്ന അമാൻഡ സേഫ്രിഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആള് ഒടുക്കത്തെ ആക്ടിംഗ് ആയിരുന്നു. സിനിമ കണ്ടവർക്കറിയാം. ആങ്കർ, ഫ്രസ്ട്രേഷൻ എല്ലാം നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ ഇമോഷൻസ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കൺവേ ചെയ്തത്. അതുപോലെ എൻസോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത മിക്കേലെ മൊറോണെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിയില്ല. ആളുടെ ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൊടുക്കായിരുന്നു. സ്റ്റോറിയിൽ ഭയങ്കര വീക്കായിട്ട് തോന്നി. അതായത് ഈ ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെപ്ത് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. ഞാൻ അടുത്ത മൂവിയായിട്ട് മറ്റൊരു ദിവസം വരാം.